അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിനായി മുൻ ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്ര അശ്വിൻ പ്രഖ്യാപിച്ച പുതിയ സാധ്യതാ ടീം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, മുഹമ്മദ് ഷമി തുടങ്ങിയ പ്രമുഖ താരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് അശ്വിന്റെ ഈ സെലക്ഷൻ. ക്രിക്കിൻഫോയുടെ പ്രത്യേക ചർച്ചാ പരിപാടികളിലൂടെ പുറത്തുവന്ന ഈ ടീം പ്രഖ്യാപനം ആരാധകരെയും കായിക ലോകത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അശ്വിന്റെ ടീമിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഫാസ്റ്റ് ബൗളർ ഭുവനേശ്വർ കുമാറിന്റെ അപ്രതീക്ഷിത തിരിച്ചുവരവാണ്. 2022 ശേഷം ഇന്ത്യൻ ഏകദിന ടീമിന്റെ ഭാഗമല്ലാതിരുന്ന 36-കാരനായ ഭുവിയെ ദക്ഷിണാഫ്രിക്കയിലെ പ്രത്യേക സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് അശ്വിൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിലും വിജയ് ഹസാരെ ട്രോഫിയിലും കളിച്ച താരം സജീവമാകണമെന്ന് ആവശ്യപ്പെട്ട അശ്വിൻ കഴിഞ്ഞ IPL-ൽ RCBക്കായി താരം നേടിയ 28 വിക്കറ്റുകളുടെ മിന്നുന്ന പ്രകടനത്തെയും എടുത്തു പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിലെ പിച്ചുകളിൽ ഭുവിയുടെ സ്വിംഗ് ബൗളിംഗ് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. മലയാളി ക്രിക്കറ്റ് പ്രേമികളെയും സഞ്ജു ആരാധകരെയും കടുത്ത നിരാശയിലാക്കുന്നതാണ് അശ്വിന്റെ വിക്കറ്റ് കീപ്പർ ചോയ്സുകൾ. ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണിനെയും തഴഞ്ഞുകൊണ്ട് KL രാഹുലിനെ ഒന്നാം വിക്കറ്റ് കീപ്പറായും യുവതാരം ഇഷാൻ കിഷനെ ബാക്കപ്പ് കീപ്പറായുമാണ് അശ്വിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സമീപകാല മത്സരങ്ങളിലെ മികച്ച ഫോമും പരിചയസമ്പത്തും പരിഗണിച്ചാണ് രാഹുലിന് മുൻഗണന നൽകിയിരിക്കുന്നത്. എങ്കിലും മാച്ച് വിന്നർമാരായ സഞ്ജുവിനെയും പന്തിനെയും ഒഴിവാക്കി രാഹുലിനും ഇഷാനിലും വിശ്വാസമർപ്പിച്ചത് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. അശ്വിൻ തിരഞ്ഞെടുത്ത 15-അംഗ സാധ്യതാ ടീമിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പാട്ടേൽ, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ എന്നിവർ ഉറപ്പായും ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ ഇഷാൻ കിഷനും ഭുവനേശ്വർ കുമാറിനും പുറമെ യശസ്വി ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരെ പരിഗണനാ പട്ടികയിലും ഉൾപ്പെടുത്തി ടീമിന്റെ ആഴം കൂട്ടിയിട്ടുണ്ട്. അതേസമയം പരിചയസമ്പന്നനായ പേസർ മുഹമ്മദ് ഷമി ടീമിൽ ഇടം നേടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കൂടാതെ അഭിഷേക് ശർമ്മ, ശിവം ദുബെ, വൈഭവ് സൂര്യവംശി, രവി ബിഷ്ണോയി തുടങ്ങിയ യുവതാരങ്ങൾക്കും അശ്വിന്റെ ലോകകപ്പ് പ്ലാനുകളിൽ സ്ഥാനമില്ല. സീനിയർ താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ടീം കോമ്പിനേഷൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ വരും ദിവസങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്നുറപ്പാണ്.